മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല എന്നുള്ളൊരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തുവരുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരെ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നുമാണ് കുടുംബം പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുറച്ച് നാളുകളായി നിൽക്കുന്ന കല്ലുകടികൾ തന്നെയാണ്, അതിപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല എന്നുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് ഈ നിമിഷത്തിൽ പുറത്തുവരുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇനി കുടുംബത്തിന്റെ ഒരു നീക്കം എന്താണ് എന്ന് തന്നെയാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത്. ഈ ഒരു വിഷയത്തിൽ ഇനി ഉടൻ തന്നെ അവരുടെ ഒരു പ്രതികരണവും നമുക്ക് കേൾക്കാം. എന്തായാലും സൂരജ് വിവരങ്ങൾ നൽകും. സൂരജ്, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഭാര്യ കെ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ അപ്പീലാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് ഹർജി നൽകിയിരുന്നു. ഇത്തരത്തിൽ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അതിപ്പോൾ തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. നേരത്തെ സിംഗിൾ ബെഞ്ചും ഈ സംഭവത്തിൽ ഹർജി തള്ളിയിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നുമായിരുന്നു ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. പ്രതിസ്ഥാനത്ത് ഭരണകക്ഷി പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് ഉള്ളപ്പോൾ അത് ഇത്തരത്തിൽ കേസിനെ ബാധിക്കും, ശരിയായ വിധത്തിൽ നടക്കില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെയായിരുന്നു കുടുംബം മുന്നേ ഉന്നയിച്ചിരുന്നത്. പശ്ചാത്തലത്തിലാണ് കുടുംബം ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി നിരന്തരം ഇതിന് പിന്നാലെ നടന്നത്. എന്നാൽ അതിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതിന് പിന്നാലെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം എന്തെങ്കിലും വിധിക്ക് ശേഷം വന്നിരുന്നോ? പ്രതികരണങ്ങൾ നമ്മൾ തേടാൻ നോക്കുന്നതേയുള്ളൂ. അല്പസമയത്തിനകം കുടുംബത്തിന്റെ ഇത് വരും എന്ന് തന്നെയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ സിംഗിൾ ബെഞ്ച് തള്ളിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ തന്നെയായിരിക്കും കുടുംബത്തിന്റെ ഒരു നിലപാട്. ശരി, വ്യക്തമാണ്. സൂരജാണ് വിവരങ്ങൾ നൽകിയത്. SLC+2 പരീക്ഷകൾക്ക് തുടക്കം. 4,26,990 വിദ്യാർത്ഥികളാണ് SLC പരീക്ഷ എഴുതുന്നത്. 1-2 വർഷങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 11,74,409 കുട്ടികളാണ്. +1 പരീക്ഷ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. SLC പരീക്ഷകൾ രാവിലെയും +2 പരീക്ഷകൾ ഉച്ചകഴിഞ്ഞുമാണ് നടക്കുന്നത്. മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ ജുവനൈൽ ഹോമിൽ പരീക്ഷ എഴുതും. കേസിൽ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികളാണ് ഇന്ന് SLC പരീക്ഷ എഴുതുന്നത്. അതേസമയം പ്രതികൾ പരീക്ഷ എഴുതുന്നതിൽ പ്രതിഷേധിച്ച MSF KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വെള്ളിമാടുകുന്ന് ജുവനൈൽ കെയർ ഹോമിന് മുന്നിലാണ് പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി എത്തിയത്. ജോഷി നൽകും വിവരങ്ങൾ. ജോഷി, പരീക്ഷ എഴുതാൻ 5 വിദ്യാർത്ഥികൾ ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ? ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ എന്താണ് പ്രതിഷേധത്തിന്റെ ഒരു അവസ്ഥ? പക്ഷേ പരീക്ഷ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 12 മണിക്ക് പരീക്ഷ കഴിയും. പരീക്ഷ സുഗമമായി നടക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. പുറത്ത് പ്രതിഷേധം ഒറ്റയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അല്പസമയം മുമ്പ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി ഈ സാമൂഹ്യനീതി കോംപ്ലക്സിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി. പോലീസ് ഇവരെയും ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റി. പ്രതിഷേധം തുടരുന്നുണ്ടെങ്കിലും പരീക്ഷ തടസ്സപ്പെട്ടിട്ടില്ല. അക്ഷയ. ശരി, വ്യക്തമാണ്. ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.